ആറ്റിങ്ങൽ ഇരട്ട കൊലപാതക കേസിൽ പ്രതി നിനോ മാത്യുവിന് വധശിക്ഷയിൽ ഇളവ് ജീവപര്യന്തമായി കുറിച്ച് ഹൈക്കോടതി. ജസ്റ്റിസുമാരായ പി സുരേഷ് കുമാർ, ജോൺസൺ ജോൺ എന്നിവരാണ് വിധി പറഞ്ഞത്. ഇരട്ട ജീവപര്യന്തം ചോദ്യം ചെയ്ത് രണ്ടാം പ്രതി അനിശാന്തിയുടെ അപ്പീൽ തള്ളി. ഇവരുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, ഈ വധശിക്ഷയിൽ ഇളവ് നൽകിയിരിക്കുകയാണ് നിനോ മാത്യുവിനൊപ്പം. ഇരട്ട ജീവപര്യന്തം റദ്ദാക്കണമെന്നുള്ള അനിശാന്തിയുടെ ആവശ്യം കോടതി തള്ളിയിട്ടുമുണ്ട്. ഈ ഈ വിധിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത്? സുരേഷ്, അല്പസമയം മുൻപാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ വിധി പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ആറ്റിങ്ങൽ ഇരട്ട കൊലപാതക കേസിൽ ഒന്നാം പ്രതിയായിട്ടുള്ള നിനോ മാത്യുവിന്റെ വധശിക്ഷ ഹൈക്കോടതി ഇളവ് ചെയ്തിരിക്കുകയാണ്. ജീവിതാവസാനം വരെ കഠിന തടവാണ് നിലവിൽ ഇളവ് ചെയ്തുകൊണ്ട് വിധി പ്രസ്താവത്തിലൂടെ പറഞ്ഞിരിക്കുന്നത്. ജീവിതാവസാനം വരെ കഠിന തടവിനൊപ്പം തന്നെ 25 വർഷം പരോളില്ലാതെയാണ് തടവ് അനുഭവിക്കേണ്ടത്. ഒപ്പം തന്നെ ചെയ്ത കുറ്റങ്ങളൊക്കെ ഹൈക്കോടതി ശരിവെച്ചിട്ടുണ്ട്. നിനോ മാത്യുവിന്റെ അപ്പീൽ ഭാഗികമായിട്ട് അനുവദിച്ചുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കേസിലെ രണ്ടാം പ്രതിയായിട്ടുള്ള അനിശാന്തിയുടെ അപ്പീൽ ഹൈക്കോടതി തള്ളിയിട്ടുണ്ട്. വിചാരണ കോടതി നേരത്തെ അനിശാന്തിക്ക് വിധിച്ച ഇരട്ട ജീവപര്യന്തം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ശരിവെക്കുകയും ചെയ്തു. നേരത്തെ അല്പസമയം മുൻപ് ഈ കേസിലെ സ്പെഷ്യൽ GP മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. വിധിയിൽ പൂർണ്ണ തൃപ്തയാണ്. അതോടൊപ്പം തന്നെ ഈ ചെയ്ത കുറ്റങ്ങളൊക്കെ തന്നെ ഹൈക്കോടതി ശരിവെച്ചിട്ടുണ്ട്. പക്ഷേ ഈ വധശിക്ഷയിൽ ഇളവ് നൽകിയത് സുപ്രീം കോടതിയുടെ മുൻകാല ഉത്തരവുകളുടെ പശ്ചാത്തലത്തിലാണ്. കൂടുതൽ വിശദാംശങ്ങൾ ഈ വിധി പകർപ്പ് ലഭിച്ചെങ്കിൽ മാത്രമേ പറയാനാകൂ എന്നാണ് അഭിഭാഷക വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും 2014 ഏപ്രിൽ 16 ഈ കേസിനാസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത്. ടെക്നോ പാർക്കിലെ ജീവനക്കാരായിരുന്നു അനിശാന്തിയും നിനോ മാത്യുവും. അനിശാന്തിയോടുള്ള പ്രണയത്തിന്റെ പേരിൽ അനിശാന്തിയുടെ കുഞ്ഞിനെ 4 വയസ്സുകാരിയായിട്ടുള്ള സ്വസ്തിക എന്ന് പറയുന്ന പെൺകുട്ടിയെയും അതോടൊപ്പം തന്നെ അനിശാന്തിയുടെ ഭർത്തൃമാതാവിനെയും ഒപ്പം തന്നെ അനിശാന്തിയുടെ ഭർത്താവ് ലിജേഷിനെ മാരകമായിട്ട് വെട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. ഈ കേസിൽ 89 രേഖകളും അതോടൊപ്പം തന്നെ 40-ലേറെ സാക്ഷികളെയും വിസ്തരിച്ചുകൊണ്ടായിരുന്നു വിചാരണ കോടതി 2016 ഇതിൽ നിനോ മാത്യുവിന് വധശിക്ഷയും അതോടൊപ്പം തന്നെ അനിശാന്തിക്ക് ഇരട്ട ജീവപര്യന്തം തടവും വിധിക്കുന്നത്. തുടർന്ന് 2016 തന്നെ നിനോ മാത്യു ഈ വധശിക്ഷയിൽ ഇളവ് തേടിക്കൊണ്ട് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. അതോടൊപ്പം തന്നെ ഇരട്ട ജീവപര്യന്തം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അനിശാന്തിയും ഹൈക്കോടതിയെ സമീപിച്ചു. ഈ വധശിക്ഷ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമം എന്നുള്ള രീതിയിൽ സർക്കാർ ഹൈക്കോടതിയിലും അപേക്ഷ നൽകിയിരുന്നു. തുടർന്ന് വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾ ഈ കേസിൽ ഈ അപ്പീലിന്മേലും ഒപ്പം തന്നെ സർക്കാരിന്റെ അപേക്ഷയിലും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ നടന്നിരുന്നു. ആ സമയത്ത് തന്നെയാണ് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ച് ഒരു മിറ്റിഗേഷൻ പ്രോസസ് അല്ലെങ്കിൽ ഒരു വധശിക്ഷയിൽ കാത്തു കഴിയുന്ന 2 പ്രതികളുടെ കാര്യത്തിൽ അത് സംബന്ധിച്ച ഒരു മിറ്റിഗേഷൻ പുനഃപരിശോധനയ്ക്ക് ഉത്തരവിടുന്നത്. അതിലൊന്ന് ഈ അമീറുൽ ഇസ്ലാമും മറ്റൊരാൾ നിനോ മാത്യുവുമായിരുന്നു. എന്തായാലും ആ മിറ്റിഗേഷൻ പ്രോസസ്സിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ വധശിക്ഷയിൽ നിനോ മാത്യുവിന്റെ കാര്യത്തിൽ ഇളവ് നൽകുന്നതിൽ പരിഗണിച്ചു എന്നുള്ളത് ഈ വിധി. എങ്കിലും ഈ നിനോ മാത്യുവിന് 25 വർഷം വരെ ഈ പരോളില്ലാതെ തടവ് അനുഭവിക്കേണ്ടി വരും അല്ലേ? അത്തരത്തിൽ തന്നെയാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് അല്ലേ? സുരേഷ്, നിലവിൽ ജീവിതാവസാനം വരെ തടവാണ് വിധിച്ചിരിക്കുന്നത്. ജീവപര്യന്തം എന്നുള്ളത് ജീവിതാവസാനം വരെയാണ്. പക്ഷേ 25 വർഷം തടവ് അനുഭവിക്കേണ്ടത് ഇളവില്ലാതെയാണ്. അതായത് പരോളോ മറ്റിളവുകളോ പാടില്ലാതെയാണ് നിനോ മാത്യുവിന് 25 വർഷം തടവ് അനുഭവിക്കേണ്ടത്. അതിനുശേഷം മാത്രമേ ഏതെങ്കിലും തരത്തിലുള്ള ഇളവുകൾ അനുവദിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അനിശാന്തിയുടെ അപ്പീൽ തള്ളിയിട്ടുമുണ്ട്. ഇരട്ട ജീവപര്യന്തം അവർക്ക് വിചാരണ കോടതി വിധിച്ചിരുന്നു. അത് ഹൈക്കോടതി ശരിവെക്കുകയാണ് ഉണ്ടായത്. എന്തായാലും നിനോ മാത്യുവിന്റെ അപ്പീലിൽ ഭാഗികമായിട്ട് അത് അനുവദിച്ചുകൊണ്ടാണ് ഹൈക്കോടതി നടപടി എടുത്തിട്ടുള്ളത്. എന്തായാലും വധശിക്ഷയിൽ ഇളവ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം നിനോ മാത്യുവിന് ജീവിതാവസാനം വരെ കഠിന തടവ്, അതിൽ 25 വർഷം പരോളില്ലാതെ തടവ് അനുഭവിക്കണം എന്നുള്ളതാണ് ജസ്റ്റിസുമാരായ PV സുരേഷ് കുമാർ, ജോൺസൺ ജോൺ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ വിധിച്ചിരിക്കുന്നത്. സുരേഷ്.